സ്വാഗതം ടോപ് 10ലേക്ക്. അങ്ങനെ വിധിയെഴുത്ത് കഴിഞ്ഞു. ജനങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു അതറിയാൻ ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പ്. ഒന്നാം ഘട്ടത്തിൽ ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ഉള്ളതുകൊണ്ടാകാം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ മറന്നില്ല. പകരത്തിന് പകരം പാലക്കാട് ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉയർത്തി LDF നേതാക്കളും പോരാടി. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം കുറിക്കൊണ്ടു. പിന്നീട് കണ്ടു വരിവരിയായി നേതാക്കളുടെ പ്രതികരണങ്ങൾ. ഇതിനിടെ 15 ദിവസം മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പോളിംഗ് ബൂത്തിൽ പൊങ്ങുകയും ചെയ്തു. എന്തായാലും ഇന്നത്തെ വോട്ടെടുപ്പ് ചിത്രം എങ്ങനെയായിരുന്നു വിശദമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകൾ കണ്ട ശേഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതി കേരളം. അവസാനഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് 76.08%. കൂടുതൽ വയനാട്, കുറവ് തൃശൂരിൽ. സംസ്ഥാനത്താകെ 73.69% പോളിംഗ്. വിജയപ്രതീക്ഷയുമായി മുന്നണികൾ. എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഞാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെ ഇനി കോടതി തീരുമാനിക്കട്ടെ. സത്യമായിട്ടുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്ക് പറയാം. 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കുന്നത്തൂർമേട് സ്കൂളിൽ വോട്ട് ചെയ്തു. ബൊക്കെ നൽകി സ്വീകരിച്ച് കോൺഗ്രസ്. കൂവി വിളിച്ച് CPM BJP പ്രവർത്തകർ. ഇനി പാലക്കാട് തന്നെ തുടരുമെന്ന് രാഹുലിനെതിരായ രണ്ടാം പരാതി വെൽ ഡ്രാഫ്റ്റഡ് എന്ന സണ്ണി ജോസഫിന്റെ പരാമർശം തള്ളി VD സതീശൻ. ലൈംഗിക കുറ്റവാളികളെ ന്യായീകരിക്കാൻ വന്നാൽ സമൂഹം അംഗീകരിക്കില്ല എന്ന് മുഖ്യമന്ത്രി. ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ. VC നിയമന തർക്കത്തിൽ ഇടപെടലുമായി സുപ്രീം കോടതി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VCമാരെ കോടതി തീരുമാനിക്കും. ഓരോ പേരുകൾ ബുധനാഴ്ച മുദ്രവച്ച കവറിൽ നൽകാൻ ജസ്റ്റിസ് ധൂലിയ സമിതിക്ക് നിർദ്ദേശം. തീരുമാനം ഗവർണറും സർക്കാരും സമവായത്തിലെത്താത്തതിനാൽ എതിർപ്പ് സിസ തോമസിന്റെ കാര്യത്തിലെന്ന് സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ള പാർലമെന്റിൽ ഉന്നയിച്ച് കോൺഗ്രസ് MPമാർ. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്ന് KC വേണുഗോപാൽ. CPM BJP അന്തർധാരയെന്ന് ഹൈബിയുടെ. ശബരിമലയിൽ ഭക്തർ വലിയ അളവിൽ അരവണ വാങ്ങുന്നത് നിയന്ത്രിക്കാൻ ആലോചന. നടപടി അരവണക്ഷാമം ഒഴിവാക്കാൻ. നടിയാക്രമിച്ച കേസിൽ ശിക്ഷാവിധി നാളെ. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ. ഉപഭോക്താക്കളെ പിടിച്ചു നിർത്താൻ ഇൻഡിഗോയുടെ തന്ത്രം. സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് യാത്ര മുടങ്ങിയവർക്ക് 10,000 രൂപയുടെ സൗജന്യ യാത്രാ ആനുകൂല്യം കൂടി. കമ്പനി CEO പീറ്റർ എൽബേഴ്സ് DGCയുടെ പ്രത്യേക സമിതിക്ക് മുന്നിൽ ഹാജരായി. അമേരിക്കയ്ക്ക് പിന്നാലെ ഇന്ത്യയ്ക്ക് ഉയർന്ന തീരുവ ചുമത്തി മെക്സിക്കോ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ജനുവരി മുതൽ നടപ്പാകും. ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടാം 2020-ൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 214 റൺസ് വിജയലക്ഷ്യം. 46 പന്തിൽ 90 റൺസുമായി ഡി കോക്കിന്റെ ഉജ്ജ്വല ഇന്നിംഗ്സ്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയ്ക്ക് തകർച്ച. ബംഗ്ലാദേശിൽ ഫെബ്രുവരി 12-ന് പൊതു തെരഞ്ഞെടുപ്പും ഭരണപരിഷ്കരണ ഹിതപരിശോധനയും. ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്താക്കപ്പെട്ട ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്. സന്തോഷായോ? വോട്ട് ചെയ്തോ? എന്താ ഹാപ്പിയാ? കൈയൊന്ന് പൊക്കി കാണിച്ചേ. വരല് മഷി കാണിച്ചു. മഷി. സ്റ്റോറി ഓഫ് ദി ഡേ. ആഹ്ലാദം അവകാശമാക്കി മേധസ്വി. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടവും കഴിഞ്ഞു.
തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളാണ് ഇന്ന് വിധി എഴുതിയത്. ആദ്യഘട്ടം പോലല്ല, എല്ലാ ജില്ലകളിലും 70% പോളിംഗ് ഉണ്ട്. കൂടുതൽ വയനാടാണ്, കുറവ് തൃശൂരും. ഇന്നത്തെ മൊത്തത്തിലെ കണക്ക് നോക്കിയാൽ 76.08% പോളിംഗ് ഉണ്ട്. ആദ്യഘട്ടത്തിൽ 70.91% അങ്ങനെയെങ്കിൽ സംസ്ഥാനത്താകെ 73.69% പോളിംഗ്. ഔദ്യോഗികമായ കണക്ക് എന്തായാലും നാളെ അറിയാം. അങ്ങിങ്ങുള്ള പ്രശ്നങ്ങൾ ഒഴിച്ചാൽ എല്ലാം പൊതുവെ സമാധാനപരമായിരുന്നു. മൊത്തത്തിൽ ഇന്ന് എങ്ങനെയായിരുന്നു? കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, പ്രാദേശിക പ്രശ്നങ്ങൾക്കൊപ്പം നമുക്കറിയാം വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ പ്രചരണ വിഷയമായൊരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. നല്ല പോളിംഗും ഉണ്ടായിട്ടുണ്ട്. വടക്കൻ ജില്ലകളിലാണെങ്കിൽ ഇടതാധിപത്യം തകർക്കാമെന്ന വിശ്വാസത്തിലാണ് UDFും NDAയും. പക്ഷേ അതുകൊണ്ടൊന്നും തകരില്ല, വികസന പ്രവർത്തനങ്ങൾ തുണയാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് LDF. ന്യൂനപക്ഷ വോട്ടുകളൊക്കെ വളരെയധികം നിർണായകം തന്നെയാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ ഇനി അറിയാൻ ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ്. രണ്ടാം ഘട്ട വോട്ടിംഗ് എങ്ങനെയായിരുന്നു? എങ്ങനെ വിലയിരുത്താം? ശ്രീജ, വടക്കൻ ജില്ലകൾ പൊതുവെ ഇടത്തോട്ട് ചാഞ്ഞുള്ള പാരമ്പര്യമുള്ളതാണ്. നമുക്കറിയാം, കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ പരിശോധിച്ചാൽ അത് വ്യക്തമാവുന്ന കാര്യവുമാണ്. കാരണം കാസർഗോഡ് ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാസർഗോഡ് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണ്, ഇടതുമുന്നണിക്കാണ്. കണ്ണൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇടതു കോട്ട എന്നറിയപ്പെടുന്നത്. കോഴിക്കോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ കോഴിക്കോടും ഇടതു കോട്ടയാണ്. വയനാട് മാത്രമാണ് UDFന് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങൾ. മലപ്പുറത്തും UDF വലിയ തോതിൽ തന്നെ വലിയ സ്വാധീനം, ലീഗിൻ്റെ ബലത്തിൽ വലിയ സ്വാധീനം നേടുന്ന ഒരു ജില്ലയാണ്. പാലക്കാടും തൃശ്ശൂരും, പാലക്കാട് ജില്ലയിലേക്കാണെങ്കിൽ പാലക്കാടും ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലമാണ്. തൃശ്ശൂരിൽ ഇടതും വലതും ആര് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം സുരേഷ് ഗോപിയെയൊക്കെ ജയിപ്പിച്ചൊരു സ്ഥലമായതുകൊണ്ട് BJPക്കും വലിയ സ്വാധീനമുണ്ട്. പാലക്കാട് നഗരസഭയിലാകട്ടെ BJP ആണ് ഭരിക്കുന്നത്. BJPക്കുള്ള സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. ബാക്കിയുള്ള സ്ഥലങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ BJP നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇടതു വലത് യുദ്ധങ്ങൾ തന്നെയാണ് ഇവിടെ എല്ലാം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള പ്രധാനമായ ഈ തെരഞ്ഞെടുപ്പ് വേളകളിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ, ഒന്ന് ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളാണ്. മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ UDFും പ്രതിരോധത്തിലും സമ്മർദ്ദത്തിലുമായത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ മറ്റൊന്ന് വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത്, വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് പ്രധാനമായും ഈ ചൂരൽമലയിൽ ഉൾപ്പെടെ കേന്ദ്രത്തിൻ്റെ യാതൊരു തരത്തിലുള്ള സഹായവും ലഭിച്ചില്ല എന്നുള്ള വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് ഇടതു വലതു മുന്നണികൾ ഒരുപോലെ ഇതിനെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ BJPക്കെതിരെയും ആയുധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ വോട്ടിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കഴിഞ്ഞ കാലങ്ങളിലെ കഴിഞ്ഞ 2020 വോട്ടിൻ്റെ ഒരു ശതമാനവും ഇപ്പോഴത്തെയും പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ കോർപ്പറേഷനിലെല്ലാം തന്നെ ആ ഒരു അവസ്ഥയുള്ളത്. പക്ഷേ ഗ്രാമീണ മേഖലകളിൽ, കോഴിക്കോടാണെങ്കിലും മറ്റ് ജില്ലകളിലാണെങ്കിൽ ഗ്രാമീണ മേഖലയിൽ എല്ലാം 70% മുകളിൽ, ചില സ്ഥലങ്ങളിൽ 80% മുകളിലാണ്. ഇത് ഇരു മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്നുണ്ട്. BJPക്ക് ഇനിയും മുന്നേറ്റം നടത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ശ്രീജ. ശരി വിനേഷ്, എന്തായാലും ഇന്നത്തെ മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ നൽകുകയായിരുന്നു എസ് വിനേഷ് കുമാർ. ഇനി നമുക്ക് ജില്ല തിരിച്ചുള്ള കണക്കുകളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. ഇത്തവണ പോളിംഗ് കുറഞ്ഞു പോയത് തൃശ്ശൂർ ജില്ലയിലാണ്. 72.46%. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 76.27% ഉണ്ടായിരുന്നു. തൃശ്ശൂർകാർക്ക് ഇത് എന്തു പറ്റിയെന്ന് ആലോചിച്ച് തലപുകയ്ക്കുന്നുണ്ട് പാർട്ടികൾ. എങ്കിലും വിജയപ്രതീക്ഷ കൈവിടുന്നുമില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടം വിവാദം കത്തിനിന്ന പാലക്കാട് 76.23% പോളിംഗ്. ഒരു മാസം നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം 2 ഘട്ടമായി പോളിംഗ് പൂർത്തിയാകുമ്പോൾ തൃശൂർ, പാലക്കാട് ജില്ലകളിൽ സമ്മിശ്ര പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നുണ്ടാകുന്നത്. തൃശൂർ ജില്ലയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടിങ്ങിന് പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിൽ നീണ്ട നിരയാണ് കണ്ടതെങ്കിലും 11 മണിയോടെ കാര്യങ്ങൾ മന്ദഗതിയിലായി. ജില്ലയിലുടനീളം വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായത് പോളിംഗ് താമസിക്കാൻ കാരണമായി. പൊതുവെ ജില്ലയിൽ അക്രമ സംഭവങ്ങൾ കുറവാണ് റിപ്പോർട്ട് ചെയ്തത്.
നെടുപുഴ വനിതാ പോളിടെക്നിക്കിലെ പോളിംഗ് ബൂത്തിൽ ഒരു കള്ളവോട്ട് ആരോപണം ഉയർന്നതിനെ തുടർന്ന് ടെൻഡർ വോട്ട് രേഖപ്പെടുത്താൻ അധികൃതർ അനുവാദം നൽകിയതോടെ പ്രശ്നത്തിന് പരിഹാരമായി. ഉച്ചയോടുകൂടി പല പോളിംഗ് ബൂത്തുകളിലും വിരലിലെണ്ണാവുന്ന വോട്ടർമാർ മാത്രമാണ് എത്തിയത്. അതേസമയം പാലക്കാട് ജില്ലയിൽ 76.23% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. അവസാനം ലഭിക്കുന്ന കണക്കനുസരിച്ച് തൃശൂർ ജില്ലയിലാകെ 72.271 പോളിംഗ് ശതമാനം. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ 75.05% പോളിംഗ്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ 63.79 പോളിംഗ് ശതമാനം. പോളിംഗിൽ ജില്ലയിൽ 2.78% കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കോർപ്പറേഷനിൽ 1.55% വോട്ടിന്റെ കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. ഈ കോഴിക്കോടേക്കാണ് പോകുന്നത്. കോഴിക്കോട് ജില്ലയിൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. കോർപ്പറേഷനിൽ പോളിംഗ് കുറഞ്ഞുവെങ്കിലും നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലുമൊക്കെ വോട്ടർമാരുടെ നീണ്ട നിര തന്നെയായിരുന്നു. കോഴിക്കോട് 77.26% പോളിംഗ്. കോഴിക്കോട് പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു. കോർപ്പറേഷൻ പരിധിയിലും സമാനമായ സാഹചര്യമാണ്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 79.23% കോഴിക്കോട് ജില്ലയിലെ പോളിംഗ്. കോർപ്പറേഷൻ പരിധിയിൽ 70.39%. ഗ്രാമീണ മേഖലയിൽ പലയിടത്തും ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ വോട്ടർമാരുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. കോഴിക്കോട് നഗരത്തിൽ മിക്കയിടത്തും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തുകൾ കാലിയായിരുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് കോട്ടൂളി AUPSൽ വോട്ട് രേഖപ്പെടുത്തി. മുൻമന്ത്രി MK മുനീർ വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്തു. K സുരേന്ദ്രൻ മൊടക്കല്ലൂർ സ്കൂളിലും MK രാഘവൻ മാതൃബന്ധു വിദ്യാലയത്തിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകര ചോമ്പാല സ്കൂളിലും എളമരം കരീം മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിലും KK രമ MLA ഏറാമല നെല്ലാച്ചേരി LPSലും PS ശ്രീധരൻപിള്ള തിരുത്തിയാട് സ്കൂളിലും TP രാമകൃഷ്ണൻ പേരാമ്പ്ര നൊച്ചാട് സ്കൂളിലും വോട്ട് ചെയ്തു. സിനിമാ നടൻ ജോയ് മാത്യു മലാപ്പറമ്പ് AUPSലും കൈതപ്രം തിരുവണ്ണൂർ ഒടുമ്പ്രം സ്കൂളിലുമാണ് വോട്ട് ചെയ്തത്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. കണ്ണൂരിൽ അവസാന കണക്ക് പ്രകാരം പോൾ ചെയ്തത് 76.77% വോട്ടുകൾ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് സംഘർഷങ്ങൾ കുറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഭരണം ആര് കൈയാളുമെന്നാണ് ജില്ല ഉറ്റുനോക്കുന്നത്. വിവരങ്ങളുമായി അജയ്നാഥ് ചേരുകയാണ്. അജയ്, അത്ര സമാധാനപരമായ അന്തരീക്ഷമല്ലായിരുന്നു മുൻപൊക്കെ കണ്ണൂരിൽ. ഇത്തവണ അതിന് അല്പം അയവ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. കണ്ണൂരിലെ വോട്ടെടുപ്പ് ചിത്രം മൊത്തത്തിൽ എങ്ങനെയാണ്? കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ സംഘർഷങ്ങൾ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയായ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ജില്ല കൂടിയായിരുന്നു കണ്ണൂർ. പക്ഷേ ഇത്തവണ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ സംഘർഷങ്ങളില്ലാതെ സംഘർഷരഹിതമായി പ്രശ്നരഹിതമായി തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടായി. കോൺഗ്രസ് പ്രതിനിധിയെ CPM പ്രവർത്തകർ ആക്രമിക്കുന്ന സംഭവം ഉണ്ടാകുന്നു. ലീഗ് പ്രവർത്തകർ LDF പ്രവർത്തകനെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ സമാധാനപരമായാണ് കണ്ണൂർ ഇത്തവണ ഇലക്ഷൻ നേരിട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇടത്തോട്ട് ചെരിഞ്ഞ ഒരു കണ്ണൂരിനെയാണ് 2020 നമുക്ക് കാണുവാൻ സാധിച്ചത്. എന്നാൽ ഇക്കുറി അതിലൊരു മാറ്റമുണ്ടാകും എന്നാണ് കണ്ണൂർ ഉറ്റുനോക്കുന്നത്. മറ്റൊന്നുമല്ല, സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. സാധാരണഗതിയിൽ പ്രാദേശിക ഭരണകൂടത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം സ്ഥാനാർത്ഥികളുടെ യോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാറുള്ളത്. പക്ഷേ പ്രധാനമായും ഈ മൂന്ന് മുന്നണികളും ചർച്ച ചെയ്തത്, പ്രചാരണ ആയുധമാക്കി മാറ്റിയത് സംസ്ഥാനത്തൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ കൂടിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് UDFനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, അതോടൊപ്പം തന്നെ അതിജീവിതകളെ അപമാനിക്കുന്ന UDF കൺവീനറുടെ പരാമർശം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ LDF ഒരു പ്രചാരണ ആയുധമാക്കി മാറ്റി. ഒപ്പം അവരുടെ ഭരണ നേട്ടങ്ങൾ പ്രചാരണ ആയുധമാക്കി മാറ്റുന്ന സാഹചര്യമുണ്ട്. പക്ഷേ UDFനെ സംബന്ധിച്ച് സർക്കാർ നടത്തിയിട്ടുള്ള അഴിമതി കഥകൾ, അഴിമതി പ്രശ്നങ്ങൾ, ആരോപണങ്ങൾ ഇതെല്ലാമാണ് പ്രധാനമായും UDFും പ്രചാരണ ആയുധമാക്കി മാറ്റുന്ന സാഹചര്യമുള്ളത്. BJPയിലേക്ക് എത്തിയാൽ, NDAയിലേക്ക് എത്തിയാൽ ഇക്കുറി കണ്ണൂർ ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ NDAക്ക് സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് നിരവധിയായുള്ള സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ കാലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉൾപ്പെടെ പോരായ്മകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഗോതയിലേക്ക് ഇറങ്ങുവാൻ NDAയും മുന്നോട്ട് വന്നു എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പിനെ കാണുവാൻ. എന്തായാലും ഇനി കേവലമായ
കേവലമായ ഒരു ദിനം മാത്രമാണ് അവശേഷിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിധി എന്താണ് എന്ന് അറിയാൻ വേണ്ടി, വോട്ടെണ്ണലിൻ്റെ വിധി എന്താണെന്ന് അറിയാൻ വേണ്ടി കേവലമായ ഒരു ദിനം മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2020 ഇടത്തേക്ക് ചിന്തിച്ച കണ്ണൂർ ഇക്കുറി വലത്തേക്കാണോ ഇടത്തേക്കാണോ എന്നാണ് ഇനി നാം കണ്ടറിയേണ്ടത്. തീർച്ചയായും കണ്ണൂർ മാത്രമല്ല എല്ലാ ജില്ലകളും എങ്ങോട്ടാണ് എന്നറിയാൻ ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അജയ് നാഥ്. എന്തായാലും സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ജനങ്ങൾ ഇന്ന് വിധിയെഴുതി. 74.86% പോളിംഗ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ ജില്ലയിൽ വോട്ടിംഗ് സമാധാനപരം തന്നെയായിരുന്നു. 11,12,190 വോട്ടർമാരുള്ള കാസർഗോഡ് ജില്ലയിൽ 8,26,684 പേർ വോട്ട് രേഖപ്പെടുത്തി. നഗരസഭകളിൽ നീലേശ്വരത്ത് 78.32% പോളിംഗ് രേഖപ്പെടുത്തുകയുണ്ടായി. കാസർഗോഡ് നഗരസഭയിൽ 67.73% പോളിംഗും കാഞ്ഞങ്ങാട് നഗരസഭയിൽ 74.21% വോട്ടിംഗും രേഖപ്പെടുത്തി. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നീലേശ്വരത്ത് 79.97% വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് UDF ഭരിക്കുന്ന മഞ്ചേശ്വരത്ത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ 71.07% പോളിംഗ് നടന്നു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ UDF ബൂത്ത് ഏജന്റിന് നേരെയുണ്ടായ CPM ആക്രമണത്തിൽ UDF പഞ്ചായത്ത് ചെയർമാൻ നിഷാം പട്ടേലിന് പരിക്കേറ്റു. കുമ്പടാജയിൽ ജില്ലാ പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥി പ്രകാശിന്റെ വീടിന് സമീപം 4 നാടൻ ബോംബുകൾ കണ്ടെത്തുകയുമുണ്ടായി. ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ ജില്ലയിലെ പോളിംഗ് സമാധാനപരമായിരുന്നു. ജില്ലാ പഞ്ചായത്ത്, 3 നഗരസഭകൾ, 38 ഗ്രാമപഞ്ചായത്തുകൾ, 6 ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കായി 2855 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. അമൃത ന്യൂസ്, കാസർഗോഡ്. ഉരുൾ ദുരന്തത്തിൽ പല ദിക്കിലേക്ക് ചിതറിപ്പോയവരുടെ വൈകാരികമായ കൂടിച്ചേരലുകൾക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചൂരൽമല സാക്ഷ്യം വഹിച്ചത്. ഭൂപടത്തിൽ നിന്നും മാഞ്ഞുപോയ മുണ്ടക്കൈ വാർഡിലെ അവശേഷിക്കുന്ന വോട്ടർമാരാണ് ചൂരൽമലയിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. പോയ കാല ആരവമില്ലെങ്കിലും വേദനകൾ ഉള്ളിലൊതുക്കിയാണ് ജനാധിപത്യ പ്രക്രിയയിൽ അവർ ഭാഗമായത്. മാഞ്ഞുപോയ മുണ്ടക്കൈ. തിരഞ്ഞെടുപ്പ് കാലം ആരവങ്ങൾക്ക് വേദിയായ ചൂരൽമലയിൽ ഇന്ന് ആ കാഴ്ചകളില്ല. ഉരുൾ വിതച്ച നാട്ടിൽ നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടവർ ഒരിക്കൽ കൂടി വോട്ട് ചെയ്യാനായി പിറന്ന നാട്ടിലെത്തി. വോട്ടെടുപ്പിൽ ബൂത്തിൽ സജീവമായിരുന്ന പല മുഖങ്ങളും ഇന്നില്ലെങ്കിലും പരസ്പരം അവർ വിശേഷങ്ങൾ പങ്കുവച്ചു. ജില്ലാ ഭരണകൂടം ഒരുക്കിയ വോട്ട് വണ്ടിയിൽ വന്നിറങ്ങിയവരെ പൂക്കൾ നൽകിയാണ് വരവേറ്റത്. കഴിഞ്ഞ തവണ 73% പോളിംഗ് നടന്ന മുണ്ടക്കൈ വാർഡ് പുനർനിർണയത്തിൽ ചൂരൽമലയിൽ കൂട്ടിച്ചേർത്തു. 1236 വോട്ടർമാരുണ്ടായിരുന്ന ബൂത്തിലെ 110 പേർ ഇത്തവണയില്ല. അട്ടമല ബൂത്തിലെ 16 പേരും ദുരന്തത്തിൽ പൊലിഞ്ഞുപോയി. ദുരന്തത്തിൽ 298 ജീവനുകളാണ് പൊലിഞ്ഞത്. ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം തകർന്നതോടെ ചൂരൽമലയിലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഹാളിലും മദ്രസ കെട്ടിടത്തിലുമാണ് പോളിംഗ് ബൂത്ത് ഒരുക്കിയത്. അമൃത ന്യൂസ്, വയനാട്. തൃശൂർ ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. 111 വയസ്സുകാരിയായ പുത്തൂർ പഞ്ചായത്തിലെ ചോച്ചേരിക്കുന്ന വാർഡ് 12 ഉൾപ്പെട്ട വട്ടുകുളം രാവുണ്ണിയുടെ ഭാര്യ ജാനകിയാണ് ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടർ. ചെറുകുന്ന് ഗവൺമെന്റ് LP സ്കൂളിലെത്തിയാണ് ജാനകി വോട്ട് രേഖപ്പെടുത്തി നാടിന്റെ അഭിമാനമായി മാറിയത്. ബന്ധുക്കളോടൊപ്പം സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനെത്തിയ ജാനകിയമ്മ തന്നെയായിരുന്നു പോളിംഗ് ബൂത്തിലെ ശ്രദ്ധേയയായ താരം. പതിനഞ്ച് ദിവസമായി മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ ഇന്ന് പൊങ്ങി. എത്ര ചോദിച്ചിട്ടും പക്ഷേ ഒളിവിലെ ഓർമ്മകൾ പങ്കുവച്ചില്ല. കോഴിയുടെയും തൊട്ടിലിന്റെയും ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിഷേധിച്ചവരോട് ഇനി താൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകുമെന്ന സൂപ്പർ കൂളായി മറുപടി. ഇനി എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നാണ് രാഹുൽ ലൈ.
വൈകുന്നേരം 4:50 MLAയുടെ ഔദ്യോഗിക വാഹനത്തിലാണ് രാഹുൽ എത്തിയത്. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സൗത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ബൂത്ത് നമ്പർ 2-ലാണ് രാഹുൽ വോട്ട് ചെയ്തത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ ഈ വാർഡിലാണ് രാഹുൽ താമസിക്കുന്ന ഫ്ളാറ്റ് ഉള്ളത്. ആദ്യ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയുകയും രണ്ടാമത്തെ പരാതിയിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തതിനാൽ രാഹുൽ വോട്ട് ചെയ്യാനെത്തുമെന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. കൂക്കി വിളിച്ചാണ് CPM BJP പ്രവർത്തകർ രാഹുലിനെ വരവേറ്റത്. പൂവൻകോഴിയുടെയും തൊട്ടിലിന്റെയും ചിത്രം ഉയർത്തിക്കാണിക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ ബൊക്കെ നൽകി സ്വീകരിക്കുകയായിരുന്നു. കേസുകളെക്കുറിച്ചും പാർട്ടി നടപടിയെക്കുറിച്ചും പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായില്ല. കേസ് കോടതിയുടെ മുന്നിലുണ്ടെന്നും കോടതി തീരുമാനിക്കുമെന്നും സത്യം ജയിക്കുമെന്നും മാത്രമായിരുന്നു രാഹുൽ പറഞ്ഞത്. ഇനി ഒളിവിൽ പോകേണ്ടി വരില്ല, MLA എന്ന നിലയിൽ പാലക്കാട് തന്നെ തുടരുമെന്നും രാഹുൽ വ്യക്തമാക്കി. എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെ ഇനി കോടതി തീരുമാനിക്കട്ടെ. രാഹുൽ എത്തിയതോടെ വൻ പ്രതിഷേധമാണ് സ്ഥലത്തുണ്ടായത്. പ്രതിഷേധങ്ങൾക്കിടയിലാണ് രാഹുൽ കാറിലേക്ക് കയറിയത്. വോട്ട് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിച്ച ശേഷമാണ് രാഹുൽ മടങ്ങിയത്. നേരെ പോയത് MLA ഓഫീസിലേക്കാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പ് സമയത്ത് കോൺഗ്രസിനെ പെടുത്തിയത് അടൂർ പ്രകാശെങ്കിൽ ഇത്തവണ ഊഴം സണ്ണി ജോസഫിൻ്റെതായിരുന്നു. രാഹുലിനെതിരായ രണ്ടാം പരാതി വെൽ ഡ്രാഫ്റ്റഡ് എന്ന പരാമർശം മുഖ്യമന്ത്രി അങ്ങ് ഏറ്റെടുത്തു. ലൈംഗിക വൈകൃത കുറ്റവാളികളെ ന്യായീകരിച്ചാൽ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. പ്രശ്നം മണത്ത VD സതീശൻ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതുന്നില്ല എന്ന് തിരുത്തൽ വരുത്തി. പിന്നാലെ പലവിധ പ്രതികരണങ്ങളാണ് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന രണ്ടാമത്തെ ബലാത്സംഗ പരാതി വെൽ ഡ്രാഫ്റ്റഡ് എന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പരാമർശമാണ് വിവാദമായത്. യുവതി നൽകിയ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. അതൊരു വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ ആയിരുന്നു കേട്ടോ. അതിന്റെ പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വായിച്ചു. എൻ്റെ അടുത്ത് അതിന്റെ കോപ്പിയുണ്ട്. പേരില്ലെങ്കിലും അഡ്രസ് ഇല്ലെങ്കിലും അതിന്റെ ഉദ്ദേശം എനിക്കറിയാം. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? മുഖ്യമന്ത്രിയുടെ ആക്ഷേപത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ലൈംഗികാപവാദ കേസുകളിൽപ്പെട്ട എത്ര പേർ ഉണ്ടെന്ന് എണ്ണി നോക്കുന്നത് നന്നായിരിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. പക്ഷേ മുൻ ഇടതുപക്ഷ MLAക്കെതിരായിട്ട് ഒരു സ്ത്രീ പരാതി കൊടുത്തപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് 12-13 ദിവസം അദ്ദേഹം പൂഴ്ത്തിവെച്ചത്? അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ എത്ര പേര് ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട എത്ര പേർ മന്ത്രിസഭയിലുണ്ടെന്ന് എണ്ണി നോക്കിയാൽ നന്നായിരിക്കും. മുഖ്യമന്ത്രി ആദ്യം CPMലെ സ്ത്രീലമ്പടന്മാരെ നിലയ്ക്ക് നിർത്തണമെന്ന് ചെന്നിത്തല പറഞ്ഞു. ആദ്യം CPMലെ സ്ത്രീലമ്പടന്മാരെ അദ്ദേഹം നിലയ്ക്ക് നിർത്തട്ടെ. സ്ത്രീകളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉന്നത പദവി നൽകുന്ന രീതിയുള്ളത് CPMനാണ്. പീഡകർക്ക് കഷായം വെച്ചു കൊടുക്കുന്ന പണിയാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നായിരുന്നു BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, താങ്കൾക്ക് നാണവും മാനവുമുണ്ടോ? 11 ദിവസം മുൻപ് താങ്കളെ കണ്ട് അതിജീവിത നേരിട്ട് പരാതി നൽകിയിട്ടും ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ മുഴുവൻ നിഷ്ക്രിയമാക്കി നിർത്തി. മുഖ്യമന്ത്രിയുടെ പരാമർശം അല്പത്തരമെന്ന് K സുധാകരൻ പ്രതികരിച്ചു. ശബരിമല കൊള്ള നേരാവണ്ണം അന്വേഷിച്ചാൽ പിണറായിലെത്തുമെന്നും അദ്ദേഹം ആരോപിച്ചു. അദ്ദേഹത്തിന്റെ അല്പത്തരം, അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് അദ്ദേഹം തന്നെ അത് പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെന്താ അർത്ഥം? അയാളിനെ സമ്മതിക്കല്ലേ? ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് സർക്കാർ. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. സ്ഥിരം കുറ്റവാളിയാണെന്നും മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നുമാണ് ആവശ്യം. വസ്തുതകൾ പരിഗണിക്കാതെയാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് എന്നാണ് പ്രോസിക്യൂഷൻ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ അമ്പിനും വില്ലിനും അടുക്കാതെ സർക്കാരും ഗവർണറും നിന്നപ്പോൾ സുപ്രീം കോടതി കർശന ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ഇനി എന്തായാലും VCമാരെ സുപ്രീം കോടതി തീരുമാനിക്കും. ജസ്റ്റിസ് ധൂലിയ സമിതിയോട് ഓരോ പേരുകൾ മുദ്രവച്ച കവറിൽ ബുധനാഴ്ചയ്ക്കകം നൽകാൻ കോടതി നിർദ്ദേശിച്ചു.
ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും ചാൻസലറും സമവായത്തിലെത്താത്തതിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് സുപ്രധാന ഇടപെടൽ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 2 സർവകലാശാലകളിലെയും VC നിയമനത്തിനായി ഓരോ പേരുകൾ വീതം തിരഞ്ഞെടുക്കാൻ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ കമ്മിറ്റിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ബുധനാഴ്ചയ്ക്കുള്ളിൽ മുദ്രവച്ച കവറിൽ പേരുകൾ നൽകണം. വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. സർക്കാരും ഗവർണറും തമ്മിലുള്ള കത്തിടപാടുകൾ പരിശോധിച്ച് പേരുകൾ നൽകാനാണ് ധൂലിയയ്ക്ക് സുപ്രീംകോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഗവർണർ നിർദ്ദേശിച്ചതിൽ ഒരു പേരിന് മാത്രമാണ് പ്രശ്നമെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. അതിലെന്താണ് പ്രശ്നമെന്ന് JB പർദിവാല ചോദിച്ചു. ചുമതലകളിൽ ഇരുന്നപ്പോൾ നിരന്തരം സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയ വ്യക്തിയെയാണ് ഗവർണർ നിർദ്ദേശിക്കുന്നതെന്ന് സിസ തോമസിന്റെ പേര് പറയാതെ സർക്കാർ കോടതിയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എതിർപ്പുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി. ആ പേരൊഴികെ വേറെ ഏതു പേരായാലും അംഗീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതോടെയാണ് തീരുമാനങ്ങൾ വീണ്ടും ധൂലിയ കമ്മിറ്റിക്ക് വിട്ടത്. ജസ്റ്റിസ് സുധാൻഷു ധൂലിയ നൽകുന്ന പട്ടിക അംഗീകരിക്കുമെന്ന് നിയമമന്ത്രി P. രാജീവ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 2 പ്രധാന സർവകലാശാലയുടെ VC നിയമനങ്ങൾ ഇനി സുപ്രീംകോടതിയുടെ പരിധിയിലാണ്. സുപ്രീംകോടതി എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായാലും ഇരുകൂട്ടർക്കും അംഗീകരിക്കേണ്ടി വരും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. VC നിയമനത്തിൽ സുപ്രീംകോടതിയുടെ തീരുമാനത്തോട് സർക്കാർ പൂർണ്ണമായി യോജിക്കുന്നുവെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. പിടിവാശി കാരണമാണ് ചർച്ച എവിടെയും എത്താതെ പോയതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. കാരണം ഞങ്ങൾ പരമാവധി സുപ്രീംകോടതി വിധിയുടെയും നിലപാടിനനുസരിച്ചാണ് മുന്നിട്ടുള്ളത്. ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം വച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അത് ഞങ്ങൾ പരിഗണിക്കാം. അതേപോലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായവും അതുകൂടി പരിഗണിച്ചിട്ട് നമുക്കൊരു സമവായത്തിലേക്ക് എത്താം. ശബരിമല സ്വർണ്ണക്കൊള്ള പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് MPമാർ. KC വേണുഗോപാലും ഹൈബി ഈഡനുമാണ് വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചത്. SITയെ നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. CPM BJP അന്തർധാരയുണ്ടെന്നായിരുന്നു ആരോപണം. അതേസമയം പ്രതിപക്ഷം ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന വിമർശനവുമായി കേന്ദ്രമന്ത്രി JP നദ്ദ രംഗത്തെത്തി. അയ്യപ്പന്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള ധ്വജവും അതുപോലെ തന്നെ കട്ടിളപ്പാളയും എല്ലാ സ്വർണവും ചെമ്പാക്കി മാറ്റി മോഷ്ടിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണക്കൊള്ള സജീവമായി നിർത്തുകയായിരുന്നു പ്രതിപക്ഷം. പാർലമെന്റിലും കോൺഗ്രസ് MPമാർ സ്വർണ്ണക്കൊള്ള വിഷയം ഉന്നയിച്ചു. ACC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയും ഹൈബി ഈഡൻ MPയുമാണ് വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചത്. യുവതീ പ്രവേശനത്തിന്റെ പേരിൽ വിശ്വാസികൾക്ക് നേരെയുണ്ടായ കടന്നാക്രമണത്തിന് സംസ്ഥാന സർക്കാരാണ് മുൻകൈയെടുത്തത്. ഇന്നും അതുതന്നെയാണ് നടക്കുന്നത്. വൻ കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. സർ, ഇത് വൻ കൊള്ളയാണ് സർ. കൊള്ള മാത്രമല്ല സർ, ഇത് വിശ്വാസത്തിനെതിരെയുള്ള കടന്നാക്രമണമാണ് സർ. ഇപ്പോഴും പല പ്രതികളും മറക്ക് പുറത്താണ് സർ. ഇപ്പോഴും പല പ്രതികളും ഇനിയും പ്രത്യക്ഷപ്പെടാനുണ്ട് സർ. സംസ്ഥാന സർക്കാർ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നുള്ള പ്രതീതിയുണ്ട്. ഹൈക്കോടതി അന്വേഷിച്ചതുകൊണ്ട് മാത്രമാണ് ഈ അന്വേഷണ വിവരം നടക്കുന്നത്. ഞങ്ങൾ ഹൈക്കോടതിയെ സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാരിന്റെ അറിവോടെയാണ് ശബരിമലയിൽ ഗൂഢാലോചന നടന്നതെന്ന് ഹൈബി ഈഡൻ MPയും പറഞ്ഞു. BJP CPM അന്തർധാരയുണ്ടെന്നും BJP മൗനം പാലിക്കുന്നത് അതുകൊണ്ടാണെന്നും ഹൈബി കുറ്റപ്പെടുത്തി. It's quite surprising. It raises a lot of concern. Why the Bharatiya Janata Party is mum in this particular case? We strongly believe that there is a nexus between the CPIM and the BJP in this particular case. So we demand a strong inquiry in the direction of the High Court, where all the culprits should come under the bar, sir. അതേസമയം രാജ്യസഭയിൽ വന്ദേമാതരം ചർച്ച ഭരണ പ്രതിപക്ഷ വാക്പോരിലേക്ക് എത്തി. നെഹ്റുവിനെ കുറിച്ച് കേന്ദ്രമന്ത്രി JP നദ്ദ നടത്തിയ പരാമർശമാണ് പ്രതിപക്ഷ ബഹളത്തിന് കാരണമായത്. ചർച്ചയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമില്ലാതെ പ്രതിപക്ഷം ഒളിച്ചോടുന്നുവെന്ന് നദ്ദ കുറ്റപ്പെടുത്തി. താൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകിയില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അമിത്ഷായ്ക്ക് കടുത്ത മാനസിക സമ്മർദ്ദമെന്നും ലോക്സഭയിൽ മോശം ഭാഷ ഉപയോഗിച്ചുവെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ 3 പ്രതികളെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 2ഉം 3ഉം പ്രതികളായ മുരാരി ബാബു, KS ബൈജു എന്നിവരുടെ റിമാൻഡ് കാലാവധിയാണ് വിജിലൻസ് കോടതി നീട്ടിയത്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ കോടതി വിധി പറയും. റിമാൻഡ് കാലാവധി അവസാനിച്ചതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിനെയും കോടതിയിൽ ഹാജരാക്കിയത്. മൂവരെയും കൊല്ലം വിജിലൻസ് കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഡിസംബർ 24 വരെയും KS ബൈജുവിനെ 19-ാം തീയതി വരെയുമാണ് റിമാൻഡ് ചെയ്തത്.
പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു. അതേസമയം കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ നാളെയാണ് വിജിലൻസ് കോടതി വിധി പറയുക. തനിക്ക് മാത്രമല്ല കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നതാണ് പത്മകുമാറിന്റെ വാദം. പ്രായമായ ആളായതിനാൽ പരിഗണന വേണമെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. എൻ വാസുവിന്റെ അടക്കം ജാമ്യാപേക്ഷ തള്ളിയ വിജിലൻസ് കോടതി പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും തള്ളാനാണ് സാധ്യത. അമൃത ന്യൂസ്, കൊല്ലം. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ വലിയ അളവിൽ അരവണ വാങ്ങുന്നത് നിയന്ത്രിക്കാൻ ആലോചന. നിലവിലെ അരവണ പ്ലാന്റിൽ ഒരു ദിവസം നിർമ്മിക്കുന്നതിനപ്പുറം വിൽപ്പന നടക്കുന്നതിനാൽ മുഴുവൻ ഭക്തർക്കും അരവണ നൽകാനാകില്ല എന്ന കണക്കുകൂട്ടലിലാണ് ദേവസ്വം ബോർഡ് നിയന്ത്രണത്തിന് ആലോചിക്കുന്നത്. ഒരു ഭക്തൻ തന്നെ ഒരേ സമയം 100 കണ്ടെയ്നറിന് മുകളിലേക്ക് അരവണ വാങ്ങുന്നത് നിയന്ത്രിക്കാനാണ് ആലോചന. നിലവിൽ 10 ദിവസത്തേക്കുള്ള അരവണയാണ് ദേവസ്വം ബോർഡിൽ സ്റ്റോക്കുള്ളത്. ശബരിമലയിൽ ഈ വർഷം 80 ലക്ഷത്തോളം കണ്ടെയ്നർ അരവണയാണ് വിറ്റുപോയത്. അതേസമയം ഇനി 10 ദിവസത്തേക്കുള്ള കണ്ടെയ്നറുകൾ മാത്രമാണ് ദേവസ്വം ബോർഡിൽ സ്റ്റോക്കുള്ളത്. ഒരു ദിവസം 2,80,000 കണ്ടെയ്നർ അരവണ നിർമ്മിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് ഇപ്പോൾ ശബരിമലയിലുള്ളത്. അതേസമയം 3 മുതൽ 4 ലക്ഷം വരെ കണ്ടെയ്നർ അരവണ ഓരോ ദിവസവും ശബരിമലയിൽ നിന്ന് വിറ്റുപോകുന്നുണ്ട്. ഒരു കണ്ടെയ്നർ അരവണയ്ക്ക് 100 രൂപയാണ് വില. ഒരു ഭക്തൻ തന്നെ 100-150 കണ്ടെയ്നർ അരവണ വാങ്ങിയാൽ വരും ദിവസങ്ങളിൽ അരവണ വിതരണത്തെ ബാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് നിയന്ത്രണത്തിന് ആലോചന. ഈ സീസണിൽ തന്നെ ഒരു ദിവസം 4 ലക്ഷം കണ്ടെയ്നർ അരവണ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പുതിയ പ്ലാന്റിനായി ദേവസ്വം ബോർഡ് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. സാധ്യതാ പഠനം ഉൾപ്പെടെ പൂർത്തിയായെങ്കിലും പൊതുമരാമത്തിന്റെ ചരടിൽ കുടുങ്ങി ഇത് നടപ്പിലായില്ല. അരവണയുടെ നിർമ്മാണത്തിനാവശ്യമായ ഏലക്കയുടെയും ചുക്കിന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഗുണനിലവാര പരിശോധന പരാജയപ്പെടുമ്പോൾ ദേവസ്വം ബോർഡിന് റീടെൻഡർ നൽകേണ്ട സാഹചര്യവുമുണ്ട്. നേരത്തെ കുറഞ്ഞ വിലയിലെ കരാർ മൂലം പഴയ ചുക്കാണ് ദേവസ്വം ബോർഡിന് ലഭിച്ചത്. ഇത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരാകരിച്ചു. ഇപ്പോൾ പ്രതിസന്ധി കടുത്തതോടെ വലിയ വിലയ്ക്ക് ചുക്ക് റീടെൻഡർ ചെയ്ത് കാത്തിരിക്കുകയാണ് ദേവസ്വം വകുപ്പ്. പ്രതിദിനം ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1.5 ലക്ഷത്തിലധികം കണ്ടെയ്നർ അരവണയെങ്കിലും ഉണ്ടാക്കാൻ ആവശ്യമായ വലിയ പ്ലാന്റാണ് ആവശ്യം. ഈ സീസൺ അവസാനിക്കുമ്പോഴെങ്കിലും പുതിയ പ്ലാന്റ് നിർമ്മിക്കാനായില്ലെങ്കിൽ ഭാവിയിൽ അരവണയുടെ വിതരണവും പ്രതിസന്ധിയിലാകും. അമൃത ന്യൂസ്, സന്നിധാനം.